ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പർപ്പിളിലേക്ക് നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ JBL ഫ്ലിപ്പ് 4 ഉണ്ട്, അതേപോലെ തന്നെ ഒരു GoPro ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സ്പീക്കർ ചാടുന്ന കൂട്ടത്തിൽ നമ്മൾ GoProയും ചാടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സ്പീക്കർ നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കേട്ടത് എൻ്റെ ഫോണുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയ സൗണ്ടാണ്. അതായത് ഓൾറെഡി ഞാൻ പെയ്ഡ് ആയതുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയതാണ്. ഫ്ലിപ്പ് 4 എന്ന് പറയുമ്പോൾ 3000 mAh ബാറ്ററിയാണ് അതിൽ വരുന്നത്. ഈ 3000 mAh ബാറ്ററിയിൽ 12 hours ആണ് ഇവർ പ്ലേ ടൈം പറയുന്നത്. അപ്പം അത് ഫുൾ വോളിയത്തിലല്ല, ഞാൻ പറഞ്ഞിട്ട് ഫുൾ വോളിയത്തിൽ ഒരു 8 മണിക്കൂർ തൊട്ട് ഒരു 10 മണിക്കൂർ വരെ ഉറപ്പിക്കാം. ഫ്ലിപ്പ് 5 മാർക്കറ്റിലുണ്ടെങ്കിലും ഫ്ലിപ്പ് 5ഉം ഇതും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ 3000 mAhും അത് 4800 mAhുമാണ്. പക്ഷേ എങ്കിലും സ്പീക്കറിൻ്റെ ഔട്ടും കാര്യങ്ങളും വെച്ച് നോക്കുമ്പം 4ഉം 5ഉം തമ്മിൽ ഈ പറയുന്ന വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പൾസ് പോലുള്ള മോഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ മോണോ സ്പീക്കറാണ് അതിൽ വരുന്നത്. പൾസ് 3 നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. പക്ഷേ എങ്കിലും പൾസ് 1ഉം 2ഉം നോക്കിക്കഴിഞ്ഞാൽ അതിൽ മോണോ സ്പീക്കറാണ് വരുന്നത്. ഫ്ലിപ്പ് സീരീസിലെ എല്ലാ സ്പീക്കറുകളും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതായത് 2 സ്പീക്കറുകൾ വരുന്നുണ്ട് ഫ്ലിപ്പ് സീരീസിലെ എല്ലാ സ്പീക്കേഴ്സിലും. ബാക്കിയുള്ള മിഡ് റേഞ്ച് സ്പീക്കേഴ്സിനെയോ അല്ലെങ്കിൽ ഹൈ എൻഡ് സ്പീക്കേഴ്സിനെ തന്നെ എടുത്തു വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മൊത്തത്തിൽ വളരെ ഹെവിലി റഗ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് ഇതിൻ്റെത്. അതായത് ഒന്ന് താഴെ പോയാലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഹൈക്കിങ്ങിന് പോകുമ്പോഴോ ഒക്കെ സുഖമായിട്ട് തന്നെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ വലുപ്പക്കുറവാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാറ് ഈ വലുപ്പത്തിനകത്ത് നല്ലൊരു സൗണ്ട് ഔട്ട് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത്. 2017 CESന്റെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് എന്നുള്ള അവാർഡ് കിട്ടിയത് ഈ സ്പീക്കറിനാണ്. ഇത്രയും ചെറിയൊരു വസ്തുവിൽ നിന്ന് ഇത്രയും അധികം സൗണ്ട് വരുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ അവാർഡ് ഈ സ്പീക്കറിന് കിട്ടിയത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ സ്പീക്കർ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മെയിൻ കൺട്രോൾസ് ആയിട്ട് 4 സ്വിച്ചസ് ആണുള്ളത്. അതായത് ബ്ലൂടൂത്തിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട്, പിന്നെ പോയിട്ട് പ്ലേ ആൻഡ് പോസ് ബട്ടൺ, പിന്നെ വോളിയം അപ്പ്, അതേപോലെ വോളിയം ഡൗൺ. ഈ സ്പീക്കറിന്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരേ സമയത്ത് 2 ഡിവൈസസ് കണക്ട് ചെയ്ത് ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ JBLന്റെ കണക്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് JBLന്റെ കണക്ട് പ്ലസ് ബട്ടൺ. അതായത് ഇതിപ്പോൾ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലത്തെ അല്ലെങ്കിൽ JBL കണക്ട് പ്ലസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 100 ഡിവൈസസ് വരെ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെർവറിൽ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ഓഡിറ്റോറിയം ഒക്കെ ആണെങ്കിൽ ഇതേപോലത്തെ 100 സ്പീക്കർ ഒരുമിച്ച് വെച്ചിട്ട് ഒരേ ഫോണിൽ നിന്ന് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സിങ്ക് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. IPX7 വാട്ടർ പ്രൂഫ് റേറ്റഡ് ആണ് JBLന്റെ ഈ സ്പീക്കർ. ഇത് തീർച്ചയായിട്ടും വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കയറാനുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല. നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട്, പിന്നെ പോയിട്ട് ഒരു ഓക്സിനുള്ള ഇന്ന, ഈ 2 ഇത് മാത്രമുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ റബ്ബറിന്റെ ഒരു എയർ ടൈറ്റ് ആയിട്ട് ഷീൽഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ബക്കറ്റ് വെള്ളമൊക്കെ റെഡിയാണ്. നമുക്ക് നമ്മുടെ സ്പീക്കർ ക്യാമറയിൽ വെള്ളത്തിൽ മുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ HTCയിൽ ഒരു പാട്ട് വയ്ക്കാം. കണക്ട് ആയി കഴിഞ്ഞു.
നിങ്ങൾ കണ്ടതുപോലെ തന്നെ വെള്ളത്തിനടിയിലാണെങ്കിലും നമ്മുടെ സ്പീക്കർ പാടും. ഫ്രണ്ട്സ്, ഞാനൊരു 3 കൊല്ലത്തോളമായി ഇപ്പം ഈ ഫ്ലിപ്പ് 4 ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരു യൂസർ എന്ന രീതിയിൽ ഈ സ്പീക്കറിൽ ഞാൻ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈ സ്പീക്കറിന് 5ൽ 4.8 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. This is Hard Talker signing off from Purple Lake. Until next time, see you guys.